8 ദിവസം കഴിഞ്ഞു. സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കുറിച്ച് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വല്ലാത്ത അവസ്ഥയിലാണ് നബിയേ, സങ്കടത്തിലാണ് നബിയേ, രാവും പകലും കരച്ചലാ നബിയേ. ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടതിന്റെ പേരില് നരകത്തിലാണെന്ന് ഭയന്നിട്ട് വല്ലാത്ത കരച്ചലാട്, പട്ടിണിയാട്, ഉറക്കമില്ല, വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണെന്ന് സൽമാൻ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു പോവുകയാണ്, നിബിതങ്ങൾ കടന്നു പോവുകയാണ്. പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് നിബിതങ്ങൾ ചെന്നു. പടച്ചവനെ, മരണത്തിന്റെ സമയമാണെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തിരിക്കുകയാ, നിബിതങ്ങൾ അടുത്തിരുന്നടോ. എന്നിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സ്വഹാബിയുടെ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് വെക്കുമ്പോ നിബിതങ്ങൾ ആ തലയെടുത്തിട്ട്, ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് നിബിതങ്ങളെ തന്റെ മടിയിലേക്ക് വെക്കുമ്പോ ആ സ്വഹാബി തലവലിക്കുകയാ. നബിയുടെ മടിയിൽ നിന്ന് ആ തലവലിച്ചിട്ട് താഴെയിടുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ സഅലബാ, എന്തിനാ തലവലിക്കുന്നത്? നിനക്കിഷ്ടമായില്ലേ സഅലബാ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാ, ആ മടിയിലൊന്നു തലവെക്കാൻ ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ നബിയേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ഞാൻ പാവിയാ നബിയേ, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ, കാരണം ഞാൻ പാവിയാണ്, ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാട്, അങ്ങയുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ, മണ്ണിലിട് നബിയേ, മണ്ണിലേക്കിട് നബിയേ, അല്ലാഹ് എനിക്ക് പുറത്തു തരട്ടെ, അല്ലാഹു എന്നോട് കരുണ കാണിക്ക.